Dear students, this is the last part of the story. നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ 2-3 ക്ലാസ്സായിട്ട് ഇതിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മളിതിൻ്റെ അവസാന ഭാഗത്തേക്ക് പോകണം. ഈ കഥയുടെ ആംനെസ്റ്റി എന്നുള്ള കഥയുടെ അവസാന ഭാഗമാണ്. എന്തായാലും പറയുന്നത്, I have been thinking we haven't got a home because there was no time to build a house before I came from island. But we haven't got a home at all. Now I have understood that. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അപ്പോൾ ഇയാൾ വേറെ ജോലിക്ക് പോകാൻ വേണ്ടി നിൽക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. ഇപ്പോൾ ഐ ഹാവ് ബീൻ തിങ്കിങ്, ഇപ്പോൾ ഇവർ ചിന്തിക്കുന്ന കാര്യം, ഈ സ്ത്രീ പറയണം, ഇതിലെ കഥാകാരി പറയണം, ഐ ഹാവൻ ഗോട്ട് എ ഹോം, പക്ഷെ ഒരു വീടുണ്ടാക്കാൻ കഴിഞ്ഞില്ല അല്ലേ, ഒന്നാമത് സമയം കിട്ടില്ല എന്നുള്ളതാണ്, അദ്ദേഹം വരുന്നതിന് മുമ്പ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ബട്ട് വി ഹാവൻ ഗോട്ട് എ ഹോം അറ്റ് ഓൾ. എനിക്ക് മനസ്സിലായൊരു കാര്യം, എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യത്തെക്കുറിച്ച് അവർ പറയണം. I am not stupid when the comrades come to the place in the combi to talk to him here. I don't go away with my mother after we have brought them tea, or if she has made it for the weekend beer. They like her beer. They talk about our culture, and there is one of them who makes a point of putting his arm around my mother, calling her mama. All of them the mama of Africa. അപ്പോൾ ഇങ്ങനെ അയാൾ സുഹൃത്തുക്കളൊക്കെ വരും, ടീ ഉണ്ടാക്കും, അല്ലെങ്കിൽ പലപ്പോഴും വീക്കെൻഡിൽ അവരുടെ അമ്മ ബിയർ ഉണ്ടാക്കാറുണ്ട്. ആ ബിയർ കൊടുക്കും. ഇത് കുട്ടിമാർക്കുള്ള സന്തോഷമാണ്. അവർ എന്തെങ്കിലും അതിൽപ്പെട്ട ഒരാൾ ഒരിക്കലും അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് പറയാണ്, നിങ്ങൾ എന്താണ് ഞങ്ങളുടെയൊക്കെ അമ്മയാണ് അല്ലേ, ഇയാളുടെ മാത്രമല്ല, എൻ്റെ സ്നേഹിതൻ്റെ മാത്രമല്ല, ഞങ്ങളുടെയൊക്കെ അമ്മയാണ്, മാത്രമല്ല നിങ്ങളെന്താണ് ആഫ്രിക്കയുടെ അമ്മയാണെന്ന് പറയാണ്. സംടൈംസ് ദേ പ്ലീസ് ഹർ വെരി മച്ച് ബൈ ടെല്ലിങ് her how they used to sing on the island and getting her to sing on old song we all know from our grandmothers. ചിലപ്പോൾ അവർ അമ്മയോട് പറയും, എന്താ ഞങ്ങൾ ഈ ജയിലിലായിരുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് അവിടെ പാട്ടൊക്കെ പാടുമായിരുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പഴയ പാട്ടുകളൊക്കെ അറിയാം, നിങ്ങളൊന്ന് പാടുമെന്നൊക്കെ ചോദിച്ച് അമ്മയോട് പറയും. then they join in with their strong voices. അങ്ങനെ അമ്മ പാടുമ്പോൾ അവരൊക്കെ ഒരുമിച്ച് കൂടി പാടും. My father does not like this noise traveling across the world. He is afraid of that if the boy finds out my man is a political from the island and is holding meetings on the boss island, he will tell my father to go and take his family with him. ഇവരൊരു പിന്നെ ഭൂവുടമയുടെ കീഴിലാണ് ഇവരുടെ വർക്കൊക്കെ നടക്കുന്നത്. ആ ഭൂമി പോലും അവരുടേതല്ല അല്ലേ. അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ബഹളങ്ങളൊക്കെ അച്ഛൻ അത്ര ഇഷ്ടമല്ല. കാര്യം ഇതറിഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഈ ഭൂവുടമ എന്ത് ചെയ്യും, ഇയാളോട് പോകാൻ വേണ്ടി പറയും അല്ലേ, ഈ കുടുംബത്തിൽ നിന്ന് അവിടെ. കാര്യം ഇയാളുടെ മരുമകൻ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ വർക്ക് ചെയ്യുന്നതാണ്, യൂണിയൻ്റെ നേതാവെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ഈ കുടുംബത്തെ തന്നെ ഇവിടുന്ന് പറഞ്ഞേക്കാൻ സാധ്യതയുണ്ടെന്ന് അച്ഛന് പേടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അച്ഛന് ഇവിടെ വരുന്ന തമാശകളും ഇവിടെ ബഹളമൊന്നും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല എന്നവർ പറയണം. ബട്ട് മൈ ബ്രദർ സേസ് ഇഫ് ദ ബോയ് വാസ് ആസ്ക് എനിത്തിങ് ജസ്റ്റ് ടെൽ ഹിം ഇറ്റ്സ് എ പ്രയർ മീറ്റിംഗ് ദെൻ ദ സിംഗിങ് ഈസ് ഓവർ മൈ മദർ നോസ് ഷി മസ്റ്റ് ഗോ അവേ ഇൻ ടു ദ ഹൗസ്. അപ്പോൾ പക്ഷേ ബ്രദർ പറഞ്ഞ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞാൽ അതെന്താണ്, ഇവിടെ ഒരു പ്രയർ മീറ്റിംഗ് ആണ് നടക്കുന്നതെന്ന് ഈ ഭൂ ഉടമയോട് പറഞ്ഞാൽ മതി എന്നാണ് ബ്രദർ പറഞ്ഞത്. അങ്ങനെ പാട്ടുകളൊക്കെ കഴിഞ്ഞു. അമ്മ അവേ ഇൻ ടു ദ ഹൗസ്, വീട്ടിലേക്ക് പോയി. ഐ സ്റ്റേ ആൻഡ് ലിസൺ. ഹി ഫോർഗെറ്റ്സ് ഐ ആം ദർ വെൻ ഹി ഈസ് ടോക്കിംഗ് ആൻഡ് ആർഗിങ് അബൌട്ട് സംതിങ്. ഐ ക്യാൻ സീ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ എനിത്തിങ് വി കുഡ് ഹാവ് ടു സേ ടു ഈച്ച് അതർ വെൻ വി ആർ അലോൺ. ബട്ട് നൗ ആൻഡ് ദെൻ when one of the other comrades is speaking, I see him look at me for a moment the way I will look up at one of my favorite children in school to encourage the child to understand. അങ്ങനെ ഇവരുടെ സംസാരങ്ങൾ പലപ്പോഴും ഞാൻ കേൾക്കാറുണ്ട് അല്ലേ. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾക്കിടയിലുള്ള സംഭാഷണത്തെക്കാൾ ഒരുപക്ഷെ വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവർ സംസാരിക്കുന്നത്, എനിക്കതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും അദ്ദേഹം എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാറുണ്ട് അല്ലേ. ഐ സീ ഹിം ലുക്ക് അറ്റ് മീ, എന്നെ നോക്കും അല്ല, എങ്ങനെ നോക്കുക, ഫോർ എ മൊമെൻറ്റ് the way I will look up one of my favorite children in school to encourage the child. അപ്പോൾ കാര്യങ്ങൾ പിന്നെ സംസാരിക്കുന്നത് ഞാൻ കുട്ടികളുടെ മുഖത്തേക്ക് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കുട്ടിയെ എൻകറേജ് ചെയ്യാൻ വേണ്ടി അവരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കണം എന്നപോലെ അയാൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കും, ചില കാര്യങ്ങളൊക്കെ പറയും. ദ മെൻ ഡോണ്ട് സ്പീക്ക് ടു മീ ആൻഡ് ഐ ഡോണ്ട് സ്പീക്ക്. അവരെന്നോട് സംസാരിച്ചിരുന്നില്ല, ഞാൻ അവരോടും സംസാരിച്ചിരുന്നില്ല. ഐ സീ ഹിം ലുക്ക് അറ്റ് മീ ഫോർ എ മൊമെൻറ്റ് ദ വേ ഐ വിൽ ലുക്ക് അപ്പ് ഫോർ എ ഫേവറേറ്റ് ചിൽഡ്രൻ ഇൻ സ്കൂൾ. One of the things they talk about is organizing the people on the farms. എനിക്കൊരു കാര്യം മനസ്സിലായി, അവർ സംസാരിക്കുന്ന ഒരു കാര്യം ഈ ഫാമിലെ ആളുകളൊക്കെ സംഘടിപ്പിക്കുന്നതിനെ സംബന്ധിച്ചാണ്. ദ വർക്കേഴ്സ് ലൈക്ക് മൈ ഫാദർ ആൻഡ് ബ്രദർ ലൈക്ക് ദ പാരൻസ് യൂസ്ഡ് ടു ബി. എൻ്റെ അച്ഛനെ പോലെയുള്ള ബ്രദറിനെ പോലെയുള്ള ആളുകളൊക്കെ
ഒരുമിച്ച് കൂട്ടുന്നതിനെക്കുറിച്ച്, അവർക്ക് വേണ്ടി സംഘടന ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് അവർ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഐ ലേൺ വാട്ട് ഓൾ ദീസ് തിങ്സ് ആർ: മിനിമം വേജ്, ലിമിറ്റേഷൻ ഓഫ് വർക്കിംഗ് അവേഴ്സ്, റൈറ്റ് ടു സ്ട്രൈക്ക്, ആനുവൽ ലീവ്, ആക്സിഡന്റ് compensation, പെൻഷൻ, സിക്ക് ആൻഡ് ഈവൻ മറ്റർണിറ്റി ലീവ് എന്നതിനെക്കുറിച്ച് ഈ അവകാശങ്ങൾക്ക് നേടിക്കൊടുക്കാൻ വേണ്ടിയാണ് ആ സംഘടന ഉണ്ടാക്കുന്നത്. എന്തൊക്കെയാണ് സംഘടനയുടെ കാര്യങ്ങളെന്ന് പറഞ്ഞ് നോക്കുക, ശ്രദ്ധിക്കാം. ഇതൊക്കെ പറഞ്ഞത് മിനിമം വേജ്, ഒന്നെന്താണ് മിനിമം കൂലി കൊടുക്കണം അല്ലേ, ഏറ്റവും അതായത് ഒരാൾക്ക് ഇത്ര മിനിമം, അതിന് താഴത്തേക്ക് ഒരു കൂലി കൊടുക്കാൻ പാടില്ല, അപ്പോൾ ഒരു മിനിമം വേജ് നിശ്ചയിക്കണം. മറ്റൊന്ന് ലിമിറ്റേഷൻ ഓഫ് വർക്കിംഗ് അവേഴ്സ്, വർക്കിംഗ് അവേഴ്സിന് നേരത്തെ ലിമിറ്റേഷൻ ഒന്നുമില്ല, അത് വെക്കണം അല്ലെ, അല്ലെങ്കിൽ ഒരു ദിവസം 6 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂർ 8 മണിക്കൂർ എന്ന് തുടങ്ങിയ ലിമിറ്റേഷൻ. മറ്റൊന്ന് റൈറ്റ് ടു സ്ട്രൈക്ക്, അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യാനുള്ളൊരു പിന്നെ എന്ത് വേണം, അവകാശം വേണമെന്നുള്ളത്, അപ്പോൾ സമരത്തിനുള്ള അവകാശം. ആനുവൽ ലീവ്, പിന്നെ വർഷത്തിൽ ലീവൊക്കെ കൊടുക്കണം. എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റിയുള്ള കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം കൊടുക്കണം. പെൻഷൻ കൊടുക്കണം. സിക്ക് ലീവ് വേണം. അപ്പോൾ അതുപോലെ മെറ്റർണിറ്റി ലീവ്, ഗർഭസ്ഥ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ലീവാണ് മെറ്റർണിറ്റി ലീവ്, പ്രസവാവധി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണം. അതിനു വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന് വേണ്ടി ഇവർക്ക് എന്ത് വേണം, ഇവർക്ക് സംഘടന വേണമെന്നുള്ള തീരുമാനത്തിൽ അവരെത്തും. ആ ചർച്ചയാണ് ഇവർ കേൾക്കുന്നത്. അപ്പോൾ എന്താ കാര്യം, ഐ ആം പ്രഗ്നൻറ്റ്, ഞാൻ പ്രഗ്നൻ്റ് ആണ്. അറ്റ് ലാസ്റ്റ് ഐ ഹാവ് അനദർ ചൈൽഡ് ഇൻസൈഡ് മീ, എനിക്ക് മറ്റൊരു കുട്ടി ഉണ്ടെന്ന് എനിക്ക് കുട്ടി ഉണ്ടാകാൻ വേണ്ടി പോവാണ്. ബട്ട് ദാറ്റ്സ് വിമൻസ് ബിസിനസ്. വെൻ ദേ ടോക്ക് അബൌട്ട് ദ ബിഗ് മാൻ, ദ ഓൾഡ് മെൻ, ഐ നോ ഹൂ ദീസ് ആർ. ചിലപ്പോഴൊക്കെ ബിഗ് മാൻ, ഓൾഡ് മാൻ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ആരാന്നല്ല, അവർക്കാരാണ്, അവർ ലീഡേഴ്സ് ആർ ഓൾസോ ബാക്ക് ഫ്രം പ്രിസൺ. ഒരു പക്ഷേ അവർ സംസാരിക്കുന്ന ആരെക്കുറിച്ചാണ്, ഇവരുടെ നേതാക്കന്മാരെ കുറിച്ചാണ് അല്ലേ. അതിന് പകരം അവർ ഉപയോഗിച്ച വാക്ക് ബിഗ് മാൻ എന്നല്ലെങ്കിൽ ഓൾഡ് മെൻ എന്നൊക്കെയാണ്. I told him about the child coming, he said, and this one belongs to a new country. He will build the freedom we have fought for. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇനി അല്ല പുതിയ ഉണ്ടാകാൻ പോകുന്ന ചെറിയ കുട്ടിയെക്കുറിച്ച്, അതായത് വയറ്റിലുള്ള കുട്ടിയെക്കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഒരു പുതിയ രാജ്യമാണ് നമ്മുടെ സ്വപ്നം അല്ലേ, അതാണ് ദിസ് ബിലോങ്സ് ടു എ ന്യൂ കൺട്രി. ഐ നോ ഹി വാണ്ട്സ് ടു ഗെറ്റ് മാരീഡ് ബട്ട് ദർ ഇസ് നോ ടൈം ഫോർ ദാറ്റ് അറ്റ് പ്രസൻറ്റ്. ഇപ്പോഴും കല്യാണം കഴിഞ്ഞിട്ടില്ല, എൻഗേജ്മെൻറ്റിലാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ സമയം കിട്ടിയില്ല അദ്ദേഹത്തിന് കല്യാണം കഴിക്കാനുള്ള. ഇയാൾ ഇതിൽ എൻഗേജ് ചെയ്ത് കാണും. എന്താണ് ഇങ്ങനെയുള്ള ഈ യൂണിയൻ പ്രവർത്തനത്തിലാണ് അദ്ദേഹം ഉള്ളത്. ദർ വാസ് ഹാർഡ്ലി ടൈം ഫോർ ഹിം ടു മേക്ക് ദ ചൈൽഡ്. അപ്പോൾ സമയം അദ്ദേഹത്തിന് തീരെ കിട്ടിയില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഹി കംസ് ടു മീ ജസ്റ്റ് ലൈക്ക് ഹി കംസ് ഹിയർ ടു ഈറ്റ് എ മീൽ ഓർ പുട്ട് ഓൺ ക്ലീൻ ക്ലോത്ത്സ്. അദ്ദേഹം എന്നെ സമീപിക്കാറുള്ളത് ഒരു വസ്ത്രം ധരിക്കാൻ ഇങ്ങോട്ട് വരുന്ന പോലെ, ഭക്ഷണം കഴിക്കാൻ വരുന്ന പോലെയുള്ള സമയങ്ങളിലും ആ ഒരു സമയം പോലെയാണ്. ദെൻ ഹി പിക്സ് അപ്പ് ദ ലിറ്റിൽ ഗേൾ ആൻഡ് സ്വിങ്സ് അറൗണ്ട് ആൻഡ് ദർ. ആ ചെറിയ കുട്ടിയെ എന്ത് ചെയ്യും, ഇപ്പോൾ നിലവിലുള്ള ആ കുട്ടിയെ അദ്ദേഹം എടുത്തു വന്ന് എന്നെ കയ്യിൽ പിടിച്ചൊന്ന് കറക്കൊക്കെ ചെയ്യും. ഇറ്റ് ഈസ് ഡൺ. അത്രമാത്രമാണ് അവളുമായിട്ടുള്ളൊരു ബന്ധം. ഹി ഈസ് ഗെറ്റിംഗ് ഇൻ ടു ദ കോംബി. ഹി ഈസ് ഓൾറെഡി ടേണിംഗ് ടു ഹിസ് കോംറേഡ് ദാറ്റ് ഫേസ് ഓഫ് ഹിസ് that knows only what is inside his head, those eyes that move quickly as if he is chasing something you can see അല്ലേ. പെട്ടെന്ന് കണ്ണുകളിങ്ങനെ മറക്കത്തെ, അങ്ങനെ പെട്ടെന്ന് ഇതൊക്കെ ചെയ്തിട്ട് വീട്ടിൽ നിന്ന് വേഗം ഈ വണ്ടിയിൽ കയറി പോകാറാണ് പതിവ്. വളരെ വേഗം കാര്യങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹം തീർക്കും അല്ലേ. എന്തോ ഒന്ന് അദ്ദേഹം വേട്ടയാടുന്ന പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ആസ് ഇഫ് ഹി ഈസ് ചേസിങ് സംതിങ് യു കാൺ. നിങ്ങൾ കാണാൻ പറ്റുന്ന എന്തിൻ്റെ ഒരു പിറകിൽ അദ്ദേഹം പോകുന്ന പോലെയാണ് അദ്ദേഹത്തിൻ്റെ പുറപ്പാട്. ദ ലിറ്റിൽ ഗേൾ ഹാസ് ഹാഡ് ടൈം ടു ഗെറ്റ് യൂസ്ഡ് ടു ഹിസ് മാൻ. അച്ഛൻ വന്നെങ്കിലും കുട്ടിക്ക് അച്ഛനുമായിട്ട് ഇടപെടാനുള്ള സമയം പോലും കിട്ടിയിരുന്നില്ല. ബട്ട് ഐ നോ ഷീ വിൽ ബി പ്രൗഡ് ഓഫ് ഹിം വൺ ഡേ. പക്ഷെ എനിക്കറിയാം ഒരിക്കൽ അച്ഛനെ കുറിച്ച് ഈ മകൾ എന്തായിരിക്കും, അഭിമാനമുള്ള കുട്ടിയായി മാറും. കാരണം അച്ഛൻ്റെ ഒരു പിന്നെ നേതൃത്വത്തിൽ ഒരു പക്ഷേ ഒരു സ്വാതന്ത്ര്യം ഇവർക്ക് ലഭിക്കും. അന്ന് ഈ കുട്ടി അച്ഛനെക്കുറിച്ച് അഭിമാനിയാകുമെന്ന് അമ്മ പ്രതീക്ഷിക്കുകയാണ്. ഹൗ കാൻ യു ടെൽ ദാറ്റ് ടു ചൈൽഡ് 6 years old? പക്ഷേ 6 വയസ്സായ കുട്ടിയോട് ഒരു പക്ഷേ പറഞ്ഞ് മനസ്സിലായിക്കൊള്ളുന്നില്ല. ബട്ട് I will tell her about the big man and the old men, our leaders, so she will know that her father was with them on the island. This man is a great man too. പക്ഷേ കുട്ടിക്കത് അറിയില്ല. അപ്പോൾ കുട്ടിക്ക് മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ പറയും, ബിഗ് മാനെ കുറിച്ചും ഓൾഡ് മെന്നെ കുറിച്ചൊക്കെ പറയും. അതൊക്കെ ഞങ്ങളുടെ നേതാക്കന്മാരാണ്. ആ നേതാക്കന്മാരുടെ കൂടെയാണ് എൻ്റെ അച്ഛൻ ആ ജയിലിൽ പോയിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടിക്ക് ഏകദേശം അച്ഛൻ ആരാന്നുള്ള മനസ്സിലാക്കാൻ പറ്റും. On Saturday, no school and I plan the weed with my mother. She sings but I don't. I think on Sunday there is no work or only prayers meeting out of the farmers' way under the trees and beatings of the mud and tin huts where the farmers allow us to sketch on their land. I go off on my own as I used to do when I was a child, making up games and talking to myself where no one would hear me or look for me. അപ്പോൾ ശനിയാഴ്ചകളിൽ സ്കൂളൊന്നും ഉണ്ടാവില്ല. അമ്മയുടെ കൂടെ പ്ലാൻ ഇതന്നെ, കൃഷി നടത്താൻ വേണ്ടി പോകും അല്ലേ, വിത്ത് മൈ മദർ. അപ്പോൾ അമ്മ അങ്ങനെ പാട്ട് പാടും. പക്ഷേ ഞാനൊന്നും ശ്രദ്ധിക്കാറില്ല, ഞാനതെൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കും. ഞായറാഴ്ചകളിൽ പ്രത്യേകിച്ച് വർക്ക് ഉണ്ടല്ലോ, അന്നെന്താണ് പള്ളിയിലെ മീറ്റിങ്ങിന് വേണ്ടിയാണ്, പ്രയർ മീറ്റിങ്ങിന് വേണ്ടി പോകും.
പിന്നെ അവിടെ പോയിട്ട് കുറച്ച് സമയം ചിലവഴിക്കും, പിന്നെ മരച്ചുവട്ടിൽ കുറച്ച് സമയം ചിലവഴിക്കും, ബിയർ കഴിക്കും. ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളാണ് എന്തുണ്ടാകാം ഈ ഞായറാഴ്ചകൾ ഉണ്ടാകാം അല്ലേ. പിന്നെ അത്തരം കാര്യങ്ങൾ. ഐ ഗോ ഓഫ് മൈ ഓൺ മൈ ഓൺ ആസ് ഐ യൂസ് ടു ഡു വെൻ ഐ വാസ് എ ചൈൽഡ്. പിന്നെ കുട്ടിയാകുമ്പോൾ തന്നെ ഞാൻ അങ്ങനെ പോകലാണ്. ആ ഒരു സ്വഭാവം തന്നെ എപ്പോഴും ഉള്ളത്. മേക്കിംഗ് അപ്പ് ഗെയിംസ്, പിന്നെ ചെറിയ കളികളൊക്കെ ഉണ്ടാവും. ടോക്കിംഗ് ടു മൈസെൽഫ്. ഒരു ഇതെന്താ വെച്ചാൽ ഞാൻ എന്നോട് തന്നെ സംസാരിക്കാറുണ്ട് അല്ലേ. സ്വയം സംസാരിക്കുന്ന ആളാണ്. ആരും എന്നെ കേൾക്കാനില്ല എന്ന് അറിയെങ്കിലും ഞാൻ എന്ത് ചെയ്യും, അറിയാമെങ്കിലും ഞാൻ അതങ്ങനെ സംസാരിക്കും. ഐ സിറ്റ് ഓൺ എ വാം സ്റ്റോൺ ഇൻ ദ ലൈറ്റ് ആഫ്റ്റർനൂൺ ഹൈ അപ്പ് ആൻഡ് ദ ഓൾ വാലീസ് പാത്ത് ബിറ്റ്വീൻ ദ ഹിൽസ് ലീഡിങ് അവേ ഫ്രം മൈ ഫീറ്റ്. ഞാനങ്ങനെ അവിടെയുള്ളൊരു കല്ലിൽ കയറിയിരിക്കും ആ ശേഷം അല്ലേ. ഉയരത്തുള്ള കല്ലിൽ കയറിയിരിക്കുമ്പോൾ ആ വാലി, ആ താഴ്വര മുഴുവൻ എൻ്റെ കാൽച്ചുവട്ടിലാണെന്ന തോന്നൽ എനിക്കുണ്ടാകും. പാത്ത് ബിറ്റ്വീൻ ദ ഹിൽസ്, ആ കുന്നുകൾക്കിടയിലുള്ള താഴ്വര മുഴുവൻ എൻ്റെ കാൽച്ചുവട്ടിലാണ് അല്ലേ. ലീഡിങ് അവേ ഫ്രം മൈ ഫീറ്റ്, എൻ്റെ കാൽച്ചുവട്ടിൽ നിന്നാണ് ആ താഴ്വര തുടങ്ങുന്നതെന്ന അനുഭൂതി എനിക്ക് ഉണ്ടാകാറുണ്ട്. ഇറ്റ് ഈസ് ദ ബോസ് ഫാം ബട്ട് ദാറ്റ് ഇസ് നോട്ട് ട്രൂ, ഇറ്റ് ബിലോങ്സ് ടു നോബഡി. പക്ഷേ അത് ഇവർ വെള്ളക്കാരുടെ അഭിപ്രായത്തിൽ ബോറുടെ ഫാമാണ്, അതായത് അവരാണ് ഇവരുടെ മേലാളനായിട്ടുള്ളത് അല്ലേ, ഭൂപ്രഭുവായിട്ടുള്ളത്. പക്ഷേ ഇവർ പറയാണ് ചിന്തയിൽ എന്താ വരുന്നത്, ഇതാരുടെയും ഭൂമിയല്ല അല്ലേ, ഇതാരുടെയും എന്തല്ല സ്വത്തല്ല എന്ന് ഇവർക്ക് തോന്നണം. ദ കാറ്റിൽ ഡോണ്ട് നോ ദാറ്റ് എനിവൺ സേസ് ഹൂ ഓൺസ് ഇറ്റ്. ദ ഷീപ്പ് ദേ ആർ ഗ്രേ സ്റ്റോൺസ് ആൻഡ് ദെൻ ദേ ബിക്കം എ തിക്ക് ഗ്രേ സ്നേക്ക് മൂവിങ് ഡോണ്ട് നോ. അവർ പറയാണ് ഇതിനെ പോലെ ദ കാറ്റിൽ ഡോണ്ട് നോ ദാറ്റ് എനിവൺ സേസ് ഹി ഓൺസ് ഇറ്റ്. പശുവിന് അറിയില്ല അതെൻ്റെ യജമാൻ അല്ലേ. പശുവിന് എനിക്കൊരു യജമാൻ ഉണ്ടെന്ന് പശുവിന് അറിയില്ല. അതിന് ഭക്ഷണം കിട്ടണം, കഴിക്കണം, ഉറങ്ങണം, അത്രയേ ഉള്ളൂ. എന്ന പോലെ തന്നെയാണ് ഇവരുടെ മനുഷ്യർ. എന്താണ് അത് ആരുടേതെന്ന് അവർക്ക് അറിയേണ്ട ആവശ്യമില്ല, അപ്പോൾ അവരുടെ ജോലി ചെയ്താൽ മതി. ദേ ആർ ഗ്രേ സ്റ്റോൺസ് അല്ലെ. പിന്നെ ദേ ആർ ഗ്രേ സ്റ്റോൺസ് ആൻഡ് ദേ ബിക്കം എ തിക്ക് ഗ്രേ സ്നേക്ക് മൂവിങ് ഡോണ്ട് നോ. ഇപ്പോൾ ഇവർക്കൊന്നും അറിയില്ല, അത് ഇവരാരുടേത് ഭൂമി വെച്ചിട്ടല്ല ഈ സ്നേക്ക് അതിലൂടെ പോകുന്നത് എന്ന പോലെയാണ് ഇവിടെയുള്ള മനുഷ്യർ എന്നുള്ളത്. അവർ ഹട്ട്സ് ആൻഡ് ദ ഓൾഡ് മൾബറി ട്രീ ആൻഡ് ദ ലിറ്റിൽ ബ്രൗൺ mat of earth that my mother dug over yesterday was down here and way over there. The clump of trees round the chimneys and the shiny thing that the TV mast of the farmhouse. They are nothing. On the back of this earth, it could twitch them away like a dog lets a fly. ഇങ്ങനെ ചിന്തയിൽ വരുന്ന കാര്യങ്ങൾ ഇതിങ്ങനെ കാണുമ്പോൾ ഒരുപാട് കാഴ്ചകൾ കാണാൻ അവിടെ ഇരുന്നിട്ടല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് അവർ ചിന്തിക്കുകയാണ്. ആ ട്രീ മരച്ചില്ലകളെ ചിമ്മിനിയിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത്, ടി വി മാസ്റ്റ്, ടി വിയുടെ ആൻറ്റിനയാണ്. അന്നത്തെ കാലത്തൊക്കെ ഒരു നീണ്ട കോലിലാണ് ആൻറ്റിന വെച്ചിട്ടാണ് ഉണ്ടാകാറുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കണം. ഇതൊന്നും എന്തല്ല ഒരാളുടെ സ്വന്തമാക്കാം എന്ന് പറയുന്ന വസ്തുക്കളല്ല എന്നവർ വിചാരിക്കുകയാണ് അല്ലേ. ചിമ്നീസ് ദേ ആർ നത്തിങ്, അവയൊന്നുമല്ല എന്ന ചിന്ത അവരുടെ മനസ്സിലേക്ക് കയറി വരാണ്. I am up with the clouds. The sun behind me is changing the colors of the sky and the clouds are changing themselves slowly. Some are pink, some are white, swirling like bubbles. Underneath is a bar of grey, not enough to make rain. It gets longer and darker. It grows a thin snout and long body, and then the end of its tail there is a huge grey rat moving across the sky, eating the sky. അങ്ങനെ ചിന്തകൾ മറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ അവൾക്ക് തോന്നുന്നത് ഞാൻ ആകാശത്തിലെ മേഘമായിട്ട് ഇങ്ങനെ ഒഴുകി നടക്കുകയാണ് അല്ലേ. I am up with the clouds, the sun behind me. എൻ്റെ നേരെ പിറകിലുള്ള സൂര്യനാണ്. ചേഞ്ചിങ് ദ കളേഴ്സ് ഓഫ് ദ സ്കൈ. ഈ സൂര്യനാണ് എന്നിൻ്റെ കളർ മാറ്റുന്നത്, ഈ ആകാശത്തിൻ്റെ നിറങ്ങൾ മാറ്റുന്നത്. ദ ക്ലൗഡ്സ് ആർ ചേഞ്ചിങ് ദംസെൽസ്. അങ്ങനെ സ്വയം മാറുന്നു, മേഘങ്ങൾ മാറുന്നു. സ്ലോലി. സം ആർ പിങ്ക്, സം ആർ വൈറ്റ് അല്ലേ. ഇതൊക്കെ ഈ ആകാശത്തിൻ്റെ കളറുകളെ ഉപമിക്കുകയാണ്. അണ്ടർനീത്ത് ഇറ്റ്സ് എ ബാർ ഓഫ് ഗ്രേ. പിന്നെ താഴെ കാണുന്നത് എന്താണ്, ബാർ ഓഫ് ഗ്രേ ആണ്, ഗ്രേ കളറാണ്. അത് മഴയുണ്ടാക്കാൻ പറ്റുന്നതല്ല. കാരണം മഴ ഉണ്ടാക്കുന്നത് ഡാർക്ക് ആകണം. ഇറ്റ് ഗെറ്റ്സ് ലോങ്ങർ ആൻഡ് ഡാർക്ക്. ഇറ്റ് ഗ്രൗസ് എ തിൻ സ്നൗട്ട് ആൻഡ് ലോങ് ബോഡി ദെൻ ദ എൻഡ് ഓഫ് ഇറ്റ് സ്റ്റൈൽ. അപ്പം ഇങ്ങനെ കാണുമ്പോൾ ഒരു ജീവിയെ പോലെ ആ മേഘങ്ങളെ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് അല്ലേ. ദറ്റ്സ് എ ഹ്യൂജ് ഗ്രേ റാറ്റ്. എന്താ പോലെ തോന്നുന്നത്, ഒരു വലിയ റാറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന പോലെ അക്രോസ് ദ സ്കൈ, ഈറ്റിംഗ് ദ സ്കൈ. ആ ആകാശത്തെ വിഴുങ്ങാൻ ഒരു വലിയ റാറ്റ് മൂവ് ചെയ്യുന്ന പോലെ തോന്നുന്നു. ഒരു പക്ഷേ ഇതൊക്കെ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ചിന്തകളാണ് അല്ലേ. ഇങ്ങനെ ഒരു ആകാശം നമുക്ക് മുമ്പിലുണ്ടെന്നും അതിനപ്പുറത്തേക്കൊരു സൂര്യനുണ്ടെന്നും ആ സൂര്യനാണ് ഇവയെ മാറ്റുന്നതെന്നും, അപ്പോൾ പ്രഭ ചൊരിയുന്ന ശക്തി നൽകുന്ന ഒരു വസ്തുവും ഈ മേഘങ്ങൾക്ക് അപ്പുറത്തുണ്ട് അല്ലേ. അങ്ങനെയുള്ള ഒരു പക്ഷേ ദൈവത്തിൻ്റെ സങ്കല്പമായിരിക്കാം, അല്ലെങ്കിൽ ഇവർക്ക് രക്ഷ നൽകുന്നൊരു വസ്തുവെക്കുറിച്ചായിരിക്കാം. ഇതൊക്കെ സങ്കല്പങ്ങളിലേക്ക് കടന്നു വരുന്നത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചിന്തകളിലൂടെയാണ്.
അപ്പോൾ അങ്ങനെയുള്ളൊരു വസ്തുവിൽ ഒരു പക്ഷേ നാളെയുടെ പ്രതീക്ഷ ഇവരിതിലൊക്കെ കാണുന്നുണ്ടെന്നുള്ള. അപ്പോൾ ഈ ഒരു ഹ്യൂജ് ആയിട്ടുള്ളൊരു എലി, ഇതിനൊക്കെ വിഴുങ്ങാൻ വരുന്ന ഒരു എലി അല്ലേ വരുന്നത്, അത് ചെറിയ വസ്തുക്കളിൽ നിന്ന് ഒരു വലിയ സംഗതിയുടെ തുടക്കം ഉണ്ടാകുക എന്നൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ഇവരുടെ ഒരു മെറ്റഫറായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടാകുക. ദ ചൈൽഡ് റിമെമ്പേർഡ് ദ ഫോട്ടോ. ഷീ സെഡ് ദാറ്റ് ഇസ് നോട്ട് ഹിം. ഐ ആം സിറ്റിംഗ് ഹിയർ. I came often when he was on the island. I came to get away from the others to wait by myself. പലപ്പോഴും ഇവിടെ വന്നിരിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ആ കുട്ടിയെ ഓർമ്മിപ്പിച്ചു. ആ ഫോട്ടോ കണ്ട കുട്ടി പറയാണ് ഇത് അയാളല്ല എന്ന് വീണ്ടും പറയാണ്. അപ്പോൾ പലപ്പോഴും ഇയാൾ ഐലൻഡിലാകുന്ന സമയത്തും ഈ സ്ത്രീ വന്നിരുന്നത്, നമ്മളെ കഥാകാരി വന്നിരുന്നത് ഇവിടെയായിരുന്നു. ഇതിനു വേണ്ടി സമയം ചെലവഴിക്കാൻ വേണ്ടി, അവരുടേതായിട്ടുള്ള സ്വപ്നങ്ങൾ നെയ്യാൻ വേണ്ടി, ഒറ്റയ്ക്കിരുന്ന് തനിച്ചിരുന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി അവൾ വന്നിരിക്കാറുള്ള ഈ പ്രദേശത്താണ്. അവിടെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഐ കെയിം ടു ഗെറ്റ് അവേ ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇവരെ വന്നിരിക്കുമായിരുന്നു. ടു വെയിറ്റ് ബൈ മൈസെൽഫ്. എനിക്ക് തന്നെ എന്നെ കാത്തിരിക്കാൻ എന്നുള്ളതാണ്. ഐ ആം വാച്ചിങ് ദ റാറ്റ്. ഇറ്റ്സ് വാഷിംഗ് ഇറ്റ് സെൽഫ് ഇറ്റ്സ് ഷേപ്പ് ഈറ്റിംഗ് ദ സ്കൈ ആൻഡ് ഐ ആം വെയിറ്റിംഗ് ഫോർ ഹിം ടു കം ബാക്ക്. ഐ ആം വെയിറ്റിംഗ് ടു കം ബാക്ക് ഹോം. അപ്പോൾ ആകാശത്തെ വിഴുങ്ങുന്ന ഈ എലി എന്താണ്, അതിനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് ലോസ്റ്റ് ഇൻ ഇറ്റ് സെൽഫ്. പക്ഷെ അതിന് പെട്ടെന്ന് ഇങ്ങനെ അത് അപ്രത്യക്ഷമായി അല്ലേ. ഷേപ്പ്, അതിൻ്റെ രൂപം മാറി. ഈറ്റിംഗ് ദ സ്കൈ അല്ലേ, ഈ ആകാശത്തെ ഭക്ഷിക്കുന്ന അതിൻ്റെ രൂപം മാറി. ആൻഡ് ഐ ആം വെയിറ്റിംഗ്. ഇപ്പോഴും ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. വെയിറ്റിംഗ് ഫോർ ഹിം ടു കം ബാക്ക്. അദ്ദേഹം വീട്ടിലേക്ക് വരുന്നത്. നല്ലൊരു ഭാവിയെ പ്രതീക്ഷിച്ച്, നല്ല നാളെയുടെ പ്രതീക്ഷയിൽ ഇവരെന്ത് ചെയ്യാണ്, ഇയാൾ വീട്ടിലേക്ക് വരുന്നത് നിൽക്കുന്ന ഒരു സ്ത്രീയാണ് അവസാനം കഥയിൽ വരുന്നത്. വെയിറ്റിംഗ് അല്ലേ, ഞാനിപ്പോഴും വെയിറ്റ് തന്നെയാണ്. ഐ ആം വെയിറ്റിംഗ് ടു കം ബാക്ക് ഹോം. അയാൾ വീട്ടിലേക്ക് വരുന്നതിനെ ഞാൻ എന്ത് ചെയ്യാണ്, വെയിറ്റ് തന്നെയാണെന്ന് ഇവർ പറയുകയാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കഥ അവസാനിക്കുന്നു. വളരെ ഒരു പ്രതീക്ഷാ നിർഭരമായിട്ടുള്ള നല്ലൊരു ഭാവിയെ സൂചിപ്പിക്കുന്ന ഒരു കഥയാണ്. അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ പിന്നെ നല്ല കിരണങ്ങളെ, സ്വാതന്ത്ര്യത്തിൻ്റെ പിന്നെ നല്ല ഭാവിയെ സ്വപ്നം കാണുന്ന ഒരു സ്ത്രീ അല്ലേ, അവരുടെ ഭർത്താവിലൂടെ ഒരു പക്ഷേ സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സ്ത്രീ, ഈ ഒരു ഭാഗത്ത് കഥ ഇവിടെ എന്ത് ചെയ്യാണ്, അവസാനിക്കണം. ഓക്കെ. അപ്പോൾ ഇവിടെ കുറച്ച് നിങ്ങൾക്കറിയാത്ത കുറച്ച് വാക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഗ്ലോസറിയിൽ. കോമ്പി ഒരു മിനി ബസ്സാണ് നമ്മൾ പറഞ്ഞു. അങ്ങനെ ചില വാക്കുകളൊക്കെ ഇതിലുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ബിഗ് മാൻ ഇവിടെ പറയുന്നുണ്ട്, സ്ലാങ് ഫോർ ആഫ്രിക്കൻ പൊളിറ്റിക്കൽ ലീഡേഴ്സ് വിത്ത് ഓതോറിറ്റേറിയൻ ഡിസൈൻസ്. അവരാണ് ബിഗ് മാൻ. അതായത് നേരത്തെ പറഞ്ഞ പോലെ നേതാക്കന്മാരാണ്. അവർ പ്രത്യേക അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള ഓതോറിറ്റേറിയൻ ഡിസൈനായിട്ടുള്ള നേതാക്കന്മാരാണ് എന്താ പറയുക, ദ ബിഗ് മാൻ എന്ന് സൂചിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചില വാക്കുകളൊക്കെ ഇവിടെ ഉണ്ട്. ഒന്നുകൂടി വായിക്കുക, വീഡിയോ കേൾക്കുക, സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. സോ ലെറ്റ്സ് വൈൻഡ് അപ്പ് ദ ക്ലാസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.